ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ആയിരുന്നു എടുത്തത് അല്ലെ. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ടേംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. റേഞ്ച്, ഡൊമൈന്, കോഡൊമൈൻ, അതുപോലെ ഇമേജ്, പ്രീ ഇമേജ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സസൈസ് 2.2 ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്? Let A is equal to set 1, 2, 3, etc. up to 14. Define a relation R from A to A by R is equal to ordered pair XY such that 3x minus y equal to 0 where x comma y belongs to A. Write down its domain, codomain and range. Okay. എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. റിലേഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്? എയിൽ നിന്നും എയിലേക്കാണ്. എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻ ആണെങ്കിൽ അത് എന്തിന്റെ സബ്സെറ്റ് ആയിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരുന്നു? അപ്പം എ എന്ന് പറയുന്ന സെറ്റ് പറഞ്ഞിരിക്കുന്നത് സെറ്റ് 1, 2, 3 എക്സെട്ര അപ് ടു 14 ആണ്. ദെൻ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഈക്വൽ ടു 0 അല്ലെ. 3x മൈനസ് വൈ ഈക്വൽ ടു 0. ഇതാണ് അവിടെ എക്സും വൈയും ബിലോങ്സ് ടു എന്തായിരിക്കണം? x, y belongs to A. ഇതാണ് റിലേഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എയിൽ നിന്നും എയിലേക്കുള്ള റിലേഷൻ ആണ്. അപ്പോ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും എവിടുത്തെ എലമെന്റ് ആയിരിക്കണം? എയിലെ എലമെന്റ് ആയിരിക്കണം. 3x മൈനസ് വൈ 0 ആകുന്നു. 3x മൈനസ് വൈ 0 എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിയേ, 3x മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ y ഈക്വൽ ടു എന്താണ്? 3x. നല്ല കണ്ടീഷൻ. വാല്യൂ കൊടുക്കാൻ എളുപ്പമുണ്ട്. എക്സിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിന്റെ 3 ടൈംസ് ആയിരിക്കും y. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? അതിന്റെ റോസ്റ്റർ ഫോം എന്ന് എഴുതി നോക്കാം. അപ്പോ x1 ആണെങ്കിൽ y 3 ആണ്, x2 ആണെങ്കിൽ y 6 ആണ്, x3 ആണെങ്കിൽ y 9 ആണ്, x4 ആണെങ്കിൽ y 12 ആണ്, x5 ആണെങ്കിൽ y 15 വരും. പക്ഷെ 15 എയ്ക്കകത്തെ എലമെന്റ് ആണോ? അല്ല. അതുകൊണ്ട് y does not belongs to A ആയതുകൊണ്ട് ഇവിടം വരെ വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് റിലേഷൻ എന്ന് പറയുന്നതായിരിക്കും 1, 3, 2, 6, 3, 9 ആൻഡ് 4, 12. ഇതാണ് ഇതിനകത്തെ എലമെന്റ്സ്. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഇവിടെ നിന്നും ഇതിന്റെ ഡൊമൈന്, കോഡൊമൈൻ ആൻഡ് റേഞ്ച്. ഡൊമൈൻ എന്തായിരുന്നു? ഡൊമൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ്സുകളുടെ സെറ്റ് ആയിരുന്നു. ഫസ്റ്റ് എലമെന്റ്സിന്റെ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3, 4. ദിസ് ഈസ് ദ ഡൊമൈൻ. ആൻഡ് കോഡൊമൈൻ എന്ന് പറയുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ എന്റെ എലമെന്റ്സ് ഹോൾ എലമെന്റ്സ് ഇൻ ബി ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എയിൽ നിന്നും എയിലേക്കാണ്. അപ്പോ ഏതായിരിക്കും ഇവിടുത്തെ കോഡൊമൈൻ എന്ന് പറയുന്നത്? സെറ്റ് എ തന്നെയാണ്. സെറ്റ് 1, 2, 3 എക്സെട്ര അപ് ടു 14. ഓക്കെ, ദെൻ റേഞ്ച് എന്ന് പറയുന്നത് എന്താ? റേഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡ് എലമെന്റ്സ് റിലേഷനകത്ത് സെക്കൻഡ് എലമെന്റ്സുകളുടെ സെറ്റ് 3, 6, 9, 12 അല്ലെ. 3, 6, 9, 12 ഇതാണ് ഈ റിലേഷന്റെ റേഞ്ച്. ഡൊമൈൻ ആയി, കോഡൊമൈൻ ആയി, റേഞ്ച് ആയി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയർ ആയല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഡിഫൈൻ എ റിലേഷൻ ആർ ഓൺ എ സെറ്റ് n ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ബൈ r is equal to സെറ്റ് ഓർഡേർഡ് പെയർ xy such that y is equal to x plus 5. x is a natural number less than 4. x, y belongs to n. Depict the relationship using roster form. Write down the domain and range. Okay, ഒരു റിലേഷൻ നാച്ചുറൽ നമ്പേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷൻ ആണ്. റിലേഷൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഓർഡേർഡ് പെയർ xy such that x y is equal to x plus 5. റിലേഷൻ പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റിനകത്ത് റിലേഷൻ r is equal to ഓർഡേർഡ് പെയർ xy such that y is equal to x plus 5. പിന്നെ പറഞ്ഞിരിക്കുന്നത് x less than 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. x less than 4 and x, y belongs to n. xy belongs to n. ഇതാണ് റിലേഷൻ നാച്ചുറൽ നമ്പേഴ്സിലുള്ളത്. അപ്പൊ x ലെസ് ദാൻ 4 പറഞ്ഞാൽ എക്സിന് ഏത് വാല്യൂ എടുക്കാൻ പറ്റത്തുള്ളൂ? 1, 2, 3. കാര്യം നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? എക്സിന് 1, 2, 3 മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ റിലേഷനെ നമ്മൾ ആദ്യം ഏത് ഫോമിൽ എഴുതണം? റോസ്റ്റർ ഫോമിൽ. എങ്ങനെ എഴുതുന്നത്? എക്സിന് വാല്യൂ കൊടുക്കുമ്പോൾ എക്സിന് 1 ആണ് കൊടുക്കുന്നതെങ്കിൽ y എന്ന് പറയുന്നത് 1 plus 5 6 കിട്ടും. 1, 6 ഒരു എലമെന്റ് ആണ്. 2 ആണ് കൊടുക്കുന്നതെങ്കിൽ 2 plus 5 7 അല്ലെ. അപ്പൊ 2, 7 അടുത്ത എലമെന്റ് ആണ്. 3 ആണ് കൊടുക്കുന്നതെങ്കിൽ 3, 8 അടുത്ത എലമെന്റ് ആണ്. ഓക്കെ, 3, 8 വരെ പറ്റത്തുള്ളൂ. കാര്യം എന്താ? എക്സ് ലെസ് ദാൻ 4 ആയിരിക്കണം. എക്സ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം. നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് 1, 2, 3, 4, 5, 6 എന്ന് കൊടുക്കാം. അതിൽ തന്നെ ലെസ് ദാൻ 4 വരുമ്പോ എവിടം വരെ പറ്റത്തുള്ളൂ? 3 വരെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ കിട്ടുന്ന റിലേഷൻ ഇതാണ്.
ഓക്കെ ആണല്ലോ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ആദ്യം ഇതിനെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞു. ഇനി ഇതിന്റെ ഡൊമൈനും റേഞ്ചും. ഡൊമൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം. എന്താ ഡൊമൈൻ എന്ന് പറയുന്നത്? സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ്സ് ഇൻ ദ റിലേഷൻ അല്ലെ. അപ്പൊ 1 2 3 ഇതാണ് ഡൊമൈൻ. റേഞ്ച് ആണെങ്കിലോ റേഞ്ച് ഇസ് ഈക്വൽ ടു സെറ്റ് 6 7 8. ഓക്കെ, ഇതാണ് ഡൊമൈൻ. അടുത്തത് റേഞ്ച്. റിലേഷന്റെ ഡൊമൈനും റേഞ്ചും ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത്? A equal to set 1 2 3 5 and B is equal to set 4 6 9. Define a relation R from A to B by R is equal to ordered pair XY such that the difference between X and Y is odd. X belongs to A, Y belongs to B. Write R in roster form. റോസ്റ്റർ ഫോമിൽ എഴുതാനേ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ, നോക്കിയേ, രണ്ട് സെറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. എ ബി അല്ലെ. എ എന്ന് പറയുന്ന സെറ്റ് എ is equal to സെറ്റ് 1 2 3 5 ആണ്, 4 ഇല്ല. ബി എന്ന് പറയുന്ന സെറ്റ് 4 6 9. സെറ്റ് 4 6 9. ദെൻ റിലേഷൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് ഓഡ്. എക്സിന്റെയും വൈയുടെയും ഡിഫറൻസ് എന്ത് വരണം? ഓഡ് നമ്പർ വരണം. ഓക്കെ, എക്സിന്റെ വൈയുടെ ഡിഫറൻസ് ഓഡ് നമ്പർ വരണമെങ്കിൽ ഞാൻ ആ റിലേഷൻ അങ്ങ് എഴുതുകയാണ്. ഇപ്പൊ റിലേഷൻ ടെക്സ്റ്റിനകത്തുണ്ട്, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് നോക്കിക്കോളൂ. ഓക്കെ, ഞാൻ ആ റിലേഷന്റെ റോസ്റ്റർ ഫോം എഴുതുകയാണ്. എക്സിന്റെ വൈയുടെയും ഡിഫറൻസ് എന്ത് വരണം? ഓഡ് നമ്പർ. അപ്പൊ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് ഓഡ് വരണമെങ്കിൽ എന്താ പ്രത്യേകത? ഒരെണ്ണം ഓടും ഒരെണ്ണം ഈവനും ആയിരിക്കും അല്ലെ. രണ്ട് ഓഡ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്താലും ഈവനെ കിട്ടത്തുള്ളൂ, രണ്ട് ഈവൻ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്താലും എന്തേ കിട്ടത്തുള്ളൂ? ഈവനെ കിട്ടത്തുള്ളൂ. ഒരു ഓഡ് നമ്പറിന്റെയും ഒരു ഈവൻ നമ്പറിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് അത് എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ 1 എടുക്കുകയാണെങ്കിൽ 1 ഓഡാണ്. അപ്പം ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇവിടുന്ന് ഈവൻ നമ്പർ മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേതൊക്കെയാ? 4. അപ്പൊ 1 4 വരും, 1 6 വരും അല്ലെ. ഇനി ഇവിടുന്ന് 2 എടുക്കുന്നു. 2 എന്ന് പറയുന്നത് എന്ത് നമ്പരാ? ഈവൻ നമ്പർ. അപ്പൊ ഇവിടുന്ന് ഓഡ് നമ്പർ മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് 2 9. ദെൻ 3 ഓഡ് നമ്പർ ആണ്. 3 ആകുമ്പോൾ ഇവിടുന്ന് ഏതൊക്കെ എടുക്കാം? 3 4 3 6. ദെൻ 5 is also odd. Then 5 4 5 6. ഓക്കെ ആണോ? 5 6. ഇതാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ റോസ്റ്റർ ഫോം. ആ ഈ റിലേഷൻ ഏത് ഫോമിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്? റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് റിലേഷന്റെ റോസ്റ്റർ ഫോം. ക്ലിയർ ആയോ? ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നത്? The figure shows a relationship between the sets P and Q. Write this relation. ഒരു 3 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? In roster form, in set builder form, then what is the domain and range. ഇതാണ് അതിന്റെ ആരോ ഡയഗ്രം തന്നിരിക്കുകയാണ്. ഇതിനെ ആദ്യം റോസ്റ്റർ ഫോമിൽ എഴുതുക, പിന്നെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുക, ദെൻ ഇതിന്റെ ഡൊമൈനും റേഞ്ചും എഴുതുക. ഓക്കെ, ആദ്യം ഇതിന്റെ റോസ്റ്റർ ഫോം. നമുക്ക് ഇത് കാണുമ്പോൾ അറിയാമല്ലോ ഇതിന്റെ റോസ്റ്റർ ഫോം. റിലേഷൻ ആറാണെങ്കിൽ റിലേഷൻ എങ്ങനെ എഴുതാം? 5 3 ഒരു എലമെന്റ് ആണ്. ദെൻ 6 4 7 5. ഇതാണ് റിലേഷന്റെ ഏത് ഫോം? റോസ്റ്റർ ഫോം. ഇനി സെറ്റ് ബിൽഡർ ഫോം നിങ്ങൾ നോക്കിയേ. ഇവിടുത്തെ റിലേഷൻ എന്തുവാ? 5 വന്നപ്പോൾ 3 വന്നു, 6 വന്നപ്പോൾ 4, 7 വന്നപ്പോൾ 5 അല്ലെ. ഒരു ഇതിനേക്കാൾ 2 കുറവാണ്. പിയിലെ എലമെന്റ്സിനേക്കാൾ 2 കുറവാണ് ക്യൂലെ എലമെന്റ്സ് അല്ലെ. പിയിലെ എല്ലാ എലമെന്റ്സിന്റെയും ഇത് വന്നിട്ടുണ്ട്, ക്യൂലെ എല്ലാ എലമെന്റ്സും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം റിലേഷൻ? എഴുതാം ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് ഒന്നെങ്കിൽ y is equal to x minus 2 എന്ന് എഴുതാം, ഇല്ലെങ്കിൽ x is equal to y plus 2 എന്നോ. ഓക്കെ, അപ്പൊ y is equal to x minus 2, x belongs to P and y belongs to Q. കറക്റ്റ് ആണോ? എല്ലാ കണ്ടീഷനും ആയോ? x belongs to P എന്ന് പറയുമ്പോൾ എക്സിലെ എല്ലാ പിയിലെ എല്ലാ എലമെന്റ്സും വരുന്നുണ്ട്. പിയിലെ എല്ലാ എലമെന്റ്സും യൂസ് ചെയ്യാം. അപ്പൊ y എന്ന് പറയുന്നത് ക്യൂലെ എലമെന്റ്സ് ആണ്. ഓക്കെ, ഇത് വേറെ രീതിയിൽ നമുക്ക് എഴുതാം, പക്ഷെ നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പൊ നോക്കി x മൈനസ് 2. അപ്പൊ എക്സിലെ പി എടുക്കുമ്പോൾ 5 മൈനസ് 2 3 വരുന്നുണ്ട്. ദെൻ y എന്ന് പറയുന്നത് അടുത്തത് x 6 എടുത്തപ്പോൾ 4, 7 എടുത്തപ്പോൾ 5. ഓക്കെ ആണല്ലോ. അപ്പം x പിയിലെ എലമെന്റും y ക്യൂലെ എലമെന്റും ആണ്. അങ്ങനെ y ക്യൂലെ എലമെന്റ് എഴുതണമെന്ന് നിർബന്ധമോ ഇല്ല. ശരിക്കും പറഞ്ഞാൽ x ബിലോങ്സ് ടു പി എന്ന് മാത്രം എഴുതിയാലും ഓക്കെ ആണ്. ഓട്ടെ, അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഇതിന്റെ ഏത് ഫോമാണ്? സെറ്റ് ബിൽഡർ ഫോമാണ്. ഓക്കെ, നമുക്ക് അടുത്തത് ഇവിടുത്തെ ഡൊമൈനും റേഞ്ചും. എളുപ്പമാണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ്സുകളുടെ സെറ്റ്. ഡൊമൈൻ ഇസ് ഈക്വൽ ടു ഡൊമൈൻ എന്ന് പറഞ്ഞാൽ പി തന്നെയാണ് ഇവിടെ അല്ലെ. സെറ്റ് 5 6 7 എന്ന് പറയുന്നത് ഏതാ?
സെറ്റ് പി തന്നെയാണ്. റേഞ്ച് എന്ന് പറയുന്നതോ സെറ്റ് 3, 4, 5 എന്ന് പറയുന്നത് ഏതാ? ക്യൂ ആണ്. സെക്കൻഡ് എലമെന്റ്, സെക്കൻഡ് സെറ്റ് ആണ് റേഞ്ച് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ PET എന്താണ് ഡൊമൈന്, എന്താ റേഞ്ച്, ആ റിലേഷന്റെ രണ്ട് ഫോർമാറ്റും ക്ലിയർ ആയോ? ഓക്കെ, ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഫിഫ്ത് ക്വസ്റ്റ്യൻ പറയുന്നത്? ലെറ്റ് A is equal to set 1, 2, 3, 4, 6. Let R be the relation on A defined by set ordered pair AB such that A, B belongs to A. B is exactly divisible by A. മൂന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് R in roster form, find the domain of R and find the range of R. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ എങ്ങനെ പറഞ്ഞേക്കുന്നത്? ഒരു സെറ്റ് A തന്നിട്ടുണ്ട്. ലെറ്റ് R be the relation on A defined, അല്ലെ? എയിൽ ഡിഫൈൻഡ് ഓൺ എ ആണ് പറഞ്ഞിരിക്കുന്നത്. എയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷൻ. എയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻ വെച്ചതിന്റെ അർത്ഥം എന്താ? നമ്മൾ സാധാരണ റിലേഷൻ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെ? എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പൊ ഇവിടെ എയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എയിൽ നിന്നും എയിലേക്ക് തന്നെയാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് എ ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ എന്ന് പറയുമ്പോൾ ആ സെറ്റിൽ നിന്നും അതേ സെറ്റിലേക്ക് ഡിഫൈൻ, ഇപ്പൊ എ ആണെങ്കിൽ എയിൽ നിന്നും എയിലേക്കായിരിക്കും എന്ത് ചെയ്യുന്ന റിലേഷൻ. അപ്പോൾ അവിടെ ഡൊമൈനും റേഞ്ചും ഒക്കെ എന്തിന്റെ സബ്സെറ്റുകളായിരിക്കും? ഈ പറഞ്ഞ എ എന്ന് പറയുന്ന ആ ഗിവൺ സെറ്റിന്റെ സബ്സെറ്റുകളായിരിക്കും. പിടി കിട്ടിയോ? ഓക്കെ, നോക്കുക. അപ്പം ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് അവര് തന്നിട്ടുണ്ട്. എന്താണ്? സെറ്റ് 1, 2, 3, 4, 6, 5 വരുന്നില്ല. ദെൻ റിലേഷൻ പറയുന്നത് ഇതാണ്. ഓർഡേർഡ് പെയർ AB such that AB belongs to A and B is exactly divisible by A. ഇതാണ് റിലേഷൻ പറയുന്നത്. B is exactly divisible by A എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് എലമെന്റിനെ ഫസ്റ്റ് എലമെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇതാണ് റിലേഷൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഈ തന്നിരിക്കുന്ന റിലേഷനെ റോസ്റ്റർ ഫോമിൽ എഴുതണം. അപ്പൊ നമ്മൾ എലമെന്റ് എഴുതുമ്പോൾ, ഓരോ ഓർഡേർഡ് പെയർ എഴുതുമ്പോഴും അതിലെ ഫസ്റ്റ് എലമെന്റ് കൊണ്ട് സെക്കൻഡ് എലമെന്റിനെ ഡിവൈഡ് ചെയ്യാം. അതായത് സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ് മൾട്ടിപ്പിൾ ആയിരിക്കാം. നോക്കിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 കൊണ്ട് എല്ലാ നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1, 1 വരും, 1, 2 വരും, 1, 3 വരും, 1, 4, then 1, 6 അല്ലെ? ഇനി 2 ആണെങ്കിലോ? 2 1 വരും? ഇല്ല. പക്ഷെ 2, 2 വരും അല്ലെ? 2 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യാം. ദെൻ 2, 4 വരും. 2, 3 വരത്തില്ല. 2, 4, 2, 6 അല്ലെ? ദെൻ അടുത്തത് 3 ആണെങ്കിലോ? 3, 3, 3, 4 ഇല്ല. 3, 6 ദെൻ 4, 4, 4, 6. ഓക്കെ, ഇതാണ് റിലേഷന്റെ ഏത് ഫോം? റോസ്റ്റർ ഫോം. ക്ലിയർ ആയോ? ഇനി അടുത്ത നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ഡൊമൈൻ അല്ലേ പറഞ്ഞിരിക്കുന്നത്? ഡൊമൈനും അടുത്തത് റേഞ്ചുമാണ്. ഓക്കെ, ഡൊമൈൻ നോക്കാം. ഡൊമൈനകത്ത് ഇവിടെ 1 വരുന്നുണ്ട്. ഫസ്റ്റ് എലമെന്റ്സ് ഇടാം. അപ്പൊ 1 ഉണ്ട്, 2 ഉണ്ട്, 3, 4, ഒരു എലമെന്റ് വിട്ടുപോയല്ലേ? 4, 4, 4, 6 അല്ലല്ലോ. 4, 4, 6, 6 ആണ് വരുന്നത്. മിസ്റ്റേക്ക് ആണ്. 4, 4, 4, 6 അല്ല, 6, 6 ആയിരുന്നു. അപ്പൊ നോക്കിയേ, 1, 2, 3, 4, 6 എല്ലാ എലമെന്റ്സും ആയല്ലോ. ഡൊമൈൻ എന്ന് പറയുന്നത് 1, 2, 3, 4, 6 എന്ന് പറയുമ്പോൾ എന്ത് വെച്ചിരിക്കും? എ എന്ന് പറയുന്ന സെറ്റ് തന്നെ. അപ്പൊ ഡൊമൈൻ എന്ത് കിട്ടി? എ എന്ന് പറയുന്ന സെറ്റ് തന്നെ കിട്ടി. ഓക്കെ, അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റേഞ്ച് ആയിരുന്നു. അപ്പം റേഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡ് എലമെന്റ്സ് ഉണ്ട്. 1, 2, 3, 4, 6 പിന്നെ ബാക്കി നോക്കേണ്ട കാര്യമില്ലല്ലോ. 1, 2, 3, 4, 6 എല്ലാ എലമെന്റ്സും ആയിട്ടുണ്ട്. അതും എ തന്നെ കിട്ടുന്നു. അപ്പൊ ഇവിടുത്തെ ഡൊമൈനും റേഞ്ചും എന്ത് തന്നെയാണ്? എ എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇവിടെ നേരത്തെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 4, 4 ഞാൻ 4, 6 എന്നായിരുന്നു പറഞ്ഞത്. 4, 6 അല്ല, 6, 6 ആണ് വരുന്നത്. അത് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്തോണേ. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് സിക്സ്ത് ക്വസ്റ്റ്യൻ പറയുന്നത്? Determine the domain and the range of the relation are defined by R is equal to ordered pair x, x plus 5 such that x belongs to set 0, 1, 2, 3, 4, 5. ഇതാണ് റിലേഷൻ പറയുന്നത്. അപ്പൊ നോക്കുക, ആ റിലേഷൻ ഞാൻ എഴുതി കാണിക്കാം. സിക്സ്ത്തിന്റെ R is equal to ordered pair x, x plus 5. ചില ഫോർമാറ്റ് ചിലപ്പോൾ ഇങ്ങനെ ഓർഡേഡ് പെയർ പറയും. എക്സ് വൈക്ക് പകരം y എന്താണ്? ഇവിടെ ശരിക്കും y is equal x plus 5 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എക്സ് വൈ എന്ന് പറയാതെ എക്സ് എക്സ് പ്ലസ് 5 എന്ന് പറഞ്ഞേക്കാണ്. അതും എക്സ് വൈക്ക് ഇക്വൽ തന്നെയാണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ എക്സ് ഏത് സെറ്റിലെ എലമെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ബിലോങ്സ് ടു
സെറ്റ് 0 1 2 3 4 5 0 1 2 3 4 5. ഓക്കെ, ഇതാണ് റിലേഷൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഡൊമൈനും റേഞ്ചും വേണം. ആദ്യം നമുക്ക് ഇതിന്റെ റോസ്റ്റർ ഫോം എഴുതി നോക്കാം. റോസ്റ്റർ ഫോം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. 0 എടുക്കാം. 0 എടുക്കുമ്പോ എക്സ് ബിലോങ്സ് ടു സെറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇത് എക്സ് പ്ലസ് 5 എന്നേ പറഞ്ഞുള്ളൂ. രണ്ടാമത്തെ എലമെന്റ് ഈ സെറ്റിലെ പറഞ്ഞു നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് എലമെന്റ് ഈ സെറ്റിലെ ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ 0 ആണെങ്കിൽ 5 വരും. ദെൻ 1 ആണെങ്കിൽ 6 2 7 3 8 4 9 then 5 10. ഇതാണ് റിലേഷൻ. ഓക്കെ, ഇനി ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ് ദാറ്റ് ഈസ് 0 1 2 3 4 5 അല്ലേ എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാ സെറ്റ്. ഓക്കെ, സെറ്റ് തന്നിട്ടില്ല. അപ്പം ഇതാണ് ഡൊമൈൻ. റേഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡ് എലമെന്റ്സ് ഉള്ള സെറ്റ് ദാറ്റ് ഈസ് 5 6 7 8 9 10. ഇതാണ് റേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എളുപ്പമാണ്. കമ്പാരിറ്റീവ്ലി നമുക്ക് എളുപ്പമാണ് ശരിക്കും റിലേഷൻ എന്ന് പറയുന്നത്. റിലേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് ആ ഫംഗ്ഷൻസിന്റെ പ്രോബ്ലംസ് കുറച്ചുകൂടെ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, 7th ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 7th ക്വസ്റ്റ്യൻ പറയുന്നത്? റൈറ്റ് ഡൗൺ ദ റിലേഷൻ ആർ ഈക്വൽ ടു ഓർഡേർഡ് പെയർ എക്സ് എക്സ് ക്യൂബ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10 ഇൻ റോസ്റ്റർ ഫോം. ഓക്കെ, അതും എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അവർ പറഞ്ഞേക്കുന്നത് റിലേഷൻ പറഞ്ഞേക്കുന്നത് ഇതാണ്. R is equal to ordered pair x cube such that x is a prime number less than 10. X is a prime number less than 10 ആണ്. 10നേക്കാൾ ലെസ് ആയിട്ടുള്ള പ്രൈം നമ്പർ ആയിരിക്കണം എക്സ് ക്യൂബ് ആണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത് റിലേഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ജസ്റ്റ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10 ഏതൊക്കെയത്? 10നേക്കാൾ ലെസ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് 2 3 5 7 ഇത്രയും നമ്പേഴ്സ് അല്ലേ 10ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിലേഷൻ പറയുമ്പോൾ എങ്ങനെ എഴുതാം? റിലേഷൻ ആർ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് പ്രൈം നമ്പറും സെക്കൻഡ് അതിന്റെ ക്യൂബും. ഇപ്പൊ 2 ആണെങ്കിൽ അടുത്ത് 2 ക്യൂബ് എന്ന് പറയുമ്പോൾ എന്തുവാ 8 അല്ലേ. ദെൻ 3 ആകുമ്പോൾ 3 ക്യൂബ് 27. ദെൻ 5 ആണ്, 5 ആകുമ്പോൾ 125. ദെൻ 7 ആണ്, 7 ആകുമ്പോൾ 343 അല്ലെ, 343. ഓക്കെ, ഇതാണ് റിലേഷൻ പറയുന്നത്. ഡൊമൈൻ റേഞ്ച് ചോദിച്ചിട്ടുണ്ടോ? ഇൻ റോസ്റ്റർ ഫോം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് റിലേഷൻ. ക്ലിയർ ആയോ? ഓക്കെ, 8th ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 8th ക്വസ്റ്റ്യൻ പറയുന്നത്? ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് വൈ സെഡ് ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1 2. ഫൈൻഡ് ദ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. ഫൈൻഡ് ദ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. ഓക്കെ, നോക്കാം എന്താണ് എങ്ങനെയാണ്. എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് വൈ ഇസഡ് ആണോ? ബി ഈക്വൽ ടു സെറ്റ് 1 2. ഓക്കെ, ഫൈൻഡ് ദ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻസ്, എത്ര റിലേഷൻസ് എഴുതാം എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ റിലേഷൻ ഡെഫിനിഷനിലേക്ക് പോവാം. എന്താണ് റിലേഷൻ എന്ന് പറയുന്നത്? എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി അല്ലെ. എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് ഒരു റിലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ എത്ര റിലേഷൻസ് ഉണ്ടാക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം? എത്ര റിലേഷൻസ് ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ ആ ഡിഫൈൻ ചെയ്യുന്ന ഓരോ റിലേഷനും ഓരോ സബ്സെറ്റുകളായിരിക്കും. അപ്പോൾ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റുകൾ ഉണ്ടെന്ന് നോക്കിയാൽ പോലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സെറ്റിനകത്തെ എലമെന്റ്സിന്റെ എണ്ണം അറിയാമെങ്കിൽ സബ്സെറ്റുകളുടെ എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുവാ? 2n ആണ്. n എലമെന്റ്സ് ഉണ്ടെങ്കിൽ 2n സബ്സെറ്റുകളുണ്ട്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ചെയ്യാം. അപ്പൊ ഇവിടെ n ഓഫ് എ എത്രയാണ്? 3 ആണ്. n ഓഫ് ബി എന്ന് പറയുന്നത് 2 ആണ്. പിടി കിട്ടുന്നുണ്ടോ? n ഓഫ് എ 3 ആണ്, n ഓഫ് ബി എന്ന് പറയുന്നത് 2 ആണ്. ദെൻ n ഓഫ് എ ക്രോസ് ബി. n ഓഫ് എ ക്രോസ് ബി എന്ന് പറയുമ്പോ നോക്കി n ഓഫ് എ ഇൻറ്റു
എൻ ഓഫ് ബി അല്ലേ? എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി ആണ്. എൻ ഓഫ് എ ക്രോസ് ബി ദാറ്റ് ഇസ് 3 into 2 is equal to 6. എ ക്രോസ് ബിയിൽ 6 എലമെന്റ് ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് എങ്ങനെ എഴുതും? നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2�6 ആയിരിക്കത്തില്ലേ? 2�6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 64 അല്ലേ വരുന്നത്? 2�6 എന്ന് പറയുന്നത് 64 ആണ്. അപ്പൊ എ ക്രോസ് ബിക്ക് 64 സബ്സെറ്റുകൾ ഉണ്ടെങ്കിൽ എയിൽ നിന്നും ബിയിലേക്ക് അതായത് എ ക്രോസ് ബിക്ക് 64 സബ്സെറ്റുകളുണ്ട്. അതിലെ ഓരോ സബ്സെറ്റുകളും ഓരോ റിലേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണ് റിലേഷൻ. അപ്പോ എത്ര സബ്സെറ്റ് ഉണ്ട്? 64 സബ്സെറ്റുകൾ ഉണ്ട്. അപ്പൊ എത്ര റിലേഷൻസ് ഉണ്ട്? 64 റിലേഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? therefore required number of relations equal to 64 ആയിരിക്കും. അപ്പോ നമ്മളുടെ നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 64 ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, 9th ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 9th ക്വസ്റ്റ്യൻ പറയുന്നത്? ലെറ്റ് ആർ ബി ദ റിലേഷൻ ഓൺ Z ഡിഫൈൻഡ് ബൈ ആർ is equal to set a ordered pair AB such that A, B belongs to Z, A minus B is an integer. Find the domain and the range of R. നോക്കിയേ, എയും ബിയും ഇന്റിജേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ മൈനസ് ബിയും ഇന്റിജർ ആയിരിക്കണം. അതായത് ഓർഡേഡ് പെയർ എ ബി റിലേഷനിലെ എലമെന്റ് ആകണമെങ്കിൽ, എക്ക് ബിയോട് റിലേഷൻ വേണമെങ്കിൽ എ മൈനസ് ബി എന്തായിരിക്കണം? ഇന്റിജർ ആയിരിക്കണം. ഓക്കെ, ഇന്റിജേഴ്സിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷനാണ്. ഓക്കെ, അപ്പോ ഇതിന്റെ ഡൊമൈനും റേഞ്ചും എഴുതണം. വളരെ എളുപ്പമുള്ള ഒരു റിലേഷനാണ് 9th ക്വസ്റ്റ്യൻ. റിലേഷൻ എന്താണ് പറയുന്നത്? റിലേഷൻ ആർ ഈക്വൽ ടു ഓർഡേഡ് പെയർ എ ബി such that A, B belongs to Z and A minus B is an integer. A minus B യും എന്തായിരിക്കണം? is an integer means A minus B belongs to Z. നമുക്കറിയാം, if A and B is integers, then A minus B is also an integer. എയും ബിയും ഇന്റിജേഴ്സ് ആണെങ്കിൽ എ മൈനസ് ബി എന്തായിരിക്കും? തീർച്ചയായിട്ടും അതും ഒരു ഇന്റിജർ ആയിരിക്കും. എ മൈനസ് ബി അങ്ങനെ ഇന്റിജർ ആയിട്ട് വരികയാണ്. നിങ്ങൾ നോക്കിയേ, ഏത് രണ്ട് ഇന്റിജേഴ്സ് സബ്ട്രാക്ട് ചെയ്താലും നമുക്ക് എന്താ കിട്ടത്തുള്ളൂ? ഒരു ഇന്റിജർ കിട്ടത്തുള്ളൂ. നിങ്ങൾ ഏത് രണ്ട് ഇന്റിജേഴ്സ് എടുത്ത് ആഡ് ചെയ്ത് നോക്കുക, അതുപോലെ സബ്ട്രാക്ട് ചെയ്ത് നോക്കുക, നമുക്ക് എന്താ എഴുതത്തുള്ളൂ? ഇന്റിജേഴ്സേ കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാ എലമെന്റ്സിനും റിലേഷൻ ഉണ്ട്. അതായത് എല്ലാ ഇന്റിജേഴ്സിനും റിലേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ 0 എന്ന് പറയുന്ന ഒരു ഇന്റിജർ എടുക്കുകയാണെങ്കിൽ 0ക്ക് എല്ലാത്തിനോടും എന്ത് ചെയ്യുന്നുണ്ട്? റിലേഷൻ ഉണ്ട് അല്ലെ? അതുപോലെ 1 എടുക്കുകയാണെങ്കിൽ 1നും എല്ലാത്തിനോടും റിലേഷൻ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഡൊമൈൻ എന്ത് വരും? ഫസ്റ്റ് എലമെന്റ് ആയിട്ട് എല്ലാ ഇന്റിജേഴ്സും വരും. അപ്പൊ ഡൊമൈൻ എന്ന് പറയുന്നത് അത് ഇന്റിജേഴ്സ് തന്നെയാണ്. റേഞ്ചിനും മാറ്റമൊന്നുമില്ല, റേഞ്ചും ഇന്റിജേഴ്സ് തന്നെയാണ്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ പറയുന്നത്. ആ ഒരു എക്സസൈസ്, അതായത് നമ്മുടെ റിലേഷൻസുമായി ബന്ധപ്പെട്ട എക്സസൈസ് ഇവിടെ ഫിനിഷ് ആവുകയാണ്. അപ്പൊ ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ്, കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.